സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം കുറിച്ച, കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ തുടക്കം കുറിച്ച ഒരു നഗരമാണ് കൽക്കട്ട എന്ന നഗരം. ഈ നഗരത്തിൻ്റെ ജീർണാവസ്ഥയെ കാണിച്ചു തന്ന സംവിധായകനായിരുന്നു ബ്ലസ്സി. അദ്ദേഹത്തിൻ്റെ കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിലൂടെ 2008 ഈ സിനിമ പുറത്തിറങ്ങിയത്. ദിലീപ്, മീര ജാസ്മിൻ, ഇന്ദ്രജിത്ത്, ഇന്നസെൻ്റ്, ബിന്ദു പണിക്കർ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരു പെൺകുട്ടിക്ക് വരുന്ന ഒരു ദുരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ പറയുന്നത്. അത് ഒരു ജേർണലിസ്റ്റിൻ്റെ മുന്നിൽ വന്നുപെടുന്ന രണ്ട് ദമ്പതികൾ, അവരുടെ ആ ഒരു ലൈഫ് അയാൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ മലയാളികളാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അജി എന്ന അജിത്ത് എന്നാണ് ആ ഒരു ജേർണലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ദിലീപാണ് ആ ഒരു വേഷം കൈകാര്യം ചെയ്തത്. ദിലീപ് സിനിമകളുടെ ഒരു പ്രത്യേകതകളും ഈ സിനിമയ്ക്കില്ല എന്നുള്ളതും കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൊബൈൽ ക്യാമറയിലൂടെ കൽക്കട്ടയുടെ പല കാര്യങ്ങളും അവിടുത്തെ റിച്വൽസ്, അതുപോലത്തെ ആഘോഷങ്ങൾ, ഇതെല്ലാം തന്നെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് അജിത്ത്. അജി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നുപെട്ട ഒരു ദമ്പതികളാണ് കൃഷ്ണപ്രിയയും ഹരിയും. അജി പലയിടങ്ങളിലായിട്ടും ഈ ഒരു ദമ്പതികളെ കാണുന്നുണ്ട്. എന്നാൽ ഹരി കൃഷ്ണപ്രിയയെ വിവാഹം ചെയ്തത് തൻ്റെ ബോസിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷയം കൃഷ്ണപ്രിയ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നം അവിടെ സംഭവിക്കുന്നു. ഇവർ തമ്മിൽ വഴക്കാവുന്നു. അതിനിടയിൽ കൃഷ്ണപ്രിയയ്ക്ക് മർദ്ദനമേൽക്കുന്നു. അവൾ ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. പിന്നീട് ഒരു 3 ദിവസത്തിന് ശേഷം ഈ ഒരു ജേർണലിസ്റ്റിൻ്റെ മുമ്പിൽ, അജിയുടെ മുമ്പിൽ, ഈ ഹരി എന്ന ചെറുപ്പക്കാരൻ മരിച്ച ഒരു വാർത്തയാണ് ഇയാൾ കാണുന്നത്. ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം അജി അന്വേഷിച്ച് ചെല്ലുന്നത് ആ പെൺകുട്ടിയെയാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇവള് ബോധരഹിതയായിട്ട് കിടക്കുന്നു. അവിടുത്തെ ആളുകൾ ഇവളെ തട്ടി വിളിക്കുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. അതിനുശേഷം ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഹരിയുടെ ഡെഡ് ബോഡി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അജി അറിയുന്നത് ഈ പെൺകുട്ടിക്ക് ആരുമില്ല, അവൾ ഭയങ്കരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് വിശ്വസിച്ച്, ഹരിയെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവൾക്ക് ആ ഒരു നഗരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ ഭാഷ അറിയില്ല, അവിടുത്തെ ആളുകളെ അറിയില്ല, അവളുടെ കയ്യിൽ ഒന്നുമില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് കൃഷ്ണപ്രിയ ആ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നീട് അജി ഇവളെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇവൾക്ക് ഹരിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയണം എന്ന് പറയുന്നു. അങ്ങനെ അജിയുടെ സഹായത്തോടെ ഹരിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൾ അറിയുന്നു. അയാൾ അവിടുത്തെ ഒരു പെൺവാണിഭക്കാരനാണ് എന്നറിയുന്നു. അങ്ങനെ വീണ്ടും ഇവളെ വിൽക്കാൻ ഏൽപ്പിച്ച ആ ഒരു ആള് ഇവളെ കണ്ട് തിരിച്ചറിയുന്നു. അങ്ങനെ കൃഷ്ണപ്രിയയെ തട്ടിക്കൊണ്ടു പോകുന്നു. ആ തട്ടിക്കൊണ്ടു പോകുന്നിടത്തു നിന്നും അജി വീണ്ടും ഇവളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് തൻ്റെ ജീവിതത്തിലേക്കാണ്. ഹരി എന്നൊരു കഥാപാത്രത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ കുറേ സമയം നമ്മുടെ കഥ പറഞ്ഞു പോകുന്നത്. അതായത് കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അവളുടെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത്, അയാൾ ആരായിരുന്നു, അവൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥ മുന്നോട്ട് പോകുന്നത്. അനാഥയായ കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ഒരു ലൈഫിൻ്റെ നല്ലൊരു പാർട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറേ ആളുകളുടെ ഇടയിലേക്കാണ് കൃഷ്ണപ്രിയ ചെന്നെത്തുന്നത്. കൃഷ്ണപ്രിയ എന്ന കഥാപാത്രം പ്രത്യേകിച്ച് ലോകവിവരമൊന്നും ഇല്ലാത്ത, ആളുകളുമായിട്ടൊന്നും ഇടപഴകാത്ത ഒരു ആളാണ്. പക്ഷേ ആൾ കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ആളാണ്. കുറച്ചുകൂടെ കംഫർട്ട് സോണിലേക്ക് ഇവൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും തൻ്റെ ആ ഒരു കുട്ടിത്ത സ്വഭാവമൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൽ പരദൂഷണം പറയാൻ വേണ്ടി അവൾ ഉപയോഗിച്ച വാക്ക്, ഒരു ഭാഷാ രീതിയും, അതുപോലെ അവളെ വളർത്തിയ ആൻറ്റിയമ്മ പഠിപ്പിച്ച സംഗീതവും ഒക്കെ മറ്റുള്ള ആളുകളിലേക്ക് പകരുന്ന ഒരു നല്ല ഒരു ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. ഹരി എന്ന ആ ഒരു മനുഷ്യനോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ തന്നോട് ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്ത ആളാണ് ഹരി. പക്ഷേ ഹരിയോട്, ആ ഹരിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ഹരി എന്ന ആ ഒരു മനുഷ്യനോട് ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു കുട്ടി കൂടിയാണ് ഈ കൃഷ്ണപ്രിയ എന്ന കഥാപാത്രം. ഈ ഒരു കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി അവളുടെ കഥകളൊക്കെ കേട്ട് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകുന്ന ആനിയമ്മ എന്ന അജിയുടെ അമ്മയുടെ കഥാപാത്രം,
ഇതൊക്കെ ഭയങ്കരമായിട്ടങ്ങ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രസിഡൻറ്റ് എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന ഇന്നസെൻ്റ് ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ഒരു പെൺകുട്ടിയെ എന്താണ് ആ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഇതെന്തോ ഒരു കുഴപ്പം പിടിച്ച കേസാണ്, അത് വിട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം വഴി അവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് സംഗീതം പഠിപ്പിക്കാനായിട്ട് ഈ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയെ എത്തിക്കുന്നതൊക്കെ ഈ പ്രസിഡൻ്റാണ്. ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കാൻ ഇത്രയും ആളുകളുണ്ടോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു കൽക്കട്ട ന്യൂസ് എന്ന സിനിമ. അജി എന്ന കഥാപാത്രം താൻ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോൾ അവളോട് തോന്നുന്ന പ്രണയം ഭയങ്കര ജെന്യുവിനാണ്. അദ്ദേഹത്തിന് താൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് കൃഷ്ണപ്രിയയെ തിരഞ്ഞെടുത്തു? ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പാസ്റ്റുള്ളൊരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന പുരുഷൻ, തൻ്റെ അപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ ഒന്നും നോക്കാതെ ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന പുരുഷൻ, ആ ഒരു അജി എന്ന കഥാപാത്രം വ്യത്യസ്തമായി നിൽക്കുന്നത് എഴുത്തുകാരൻ്റെ രചനയുടെ ഒരു പ്രത്യേകത കൂടിയാണെന്ന് പറയേണ്ടി വരും. ബ്ലെസ്സി സാറാണ് ഈ സിനിമയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഇന്ന് ചിലപ്പോൾ നന്മമരം എന്ന ഒരു പേരിലായിരിക്കാം നമ്മൾക്ക് പറയാൻ സാധിക്കുക. പക്ഷേ അങ്ങനല്ല, ഇത്തരത്തിൽ വലിയ മനസ്സുള്ള പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരിങ്ങനെയൊക്കെയാണ് എന്നുകൂടി കാണിച്ചു തരുന്ന ഒരു എഴുത്ത് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൽക്കട്ട ന്യൂസ് എന്ന സിനിമയുടെ സംവിധാനവും രചനയും നിർവഹിച്ചത് ബ്ലെസ്സി സാറാണ്. ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കഥാപാത്രങ്ങളും കഥകളുമാണ് ബ്ലെസ്സി സാറിൻ്റെ സിനിമകൾ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ ചുരുക്കി പറയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കൽക്കട്ട ന്യൂസ് എന്ന ആ സിനിമയുടെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. അത്ര ഉള്ളൊരു സ്ഥലം, അത് അവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റി, അങ്ങനത്തെ അവിടുത്തെ ഒരു റിച്വൽസ്, ഇതെല്ലാം നമ്മളെ അങ്ങ് കണക്ട് ചെയ്യുന്നുണ്ട്. മറ്റു ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കാഴ്ച, പളുങ്ക്, ഭ്രമരം, അതുപോലെ പ്രണയം, ഇതുപോലത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമ്മളെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യിക്കും. നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇനി നമ്മൾ സഫർ ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനി എനിക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്നൊരു തോന്നലുണ്ട് ഇത്തരം ക്യാരക്ടേഴ്സിലൂടെ. അതാണ് ബ്ലെസ്സി സാറിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയിലെയും ആ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ കൃഷ്ണപ്രിയയ്ക്ക് വരുന്ന അവസാനത്തെ ആ ഒരു പ്രശ്നം, അവളെങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് നമുക്ക് ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻ ഈ സിനിമ നമ്മൾക്ക് തരുന്നുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് എസ് കുമാറാണ്. അതുപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വിജയ് ശങ്കറാണ്. ഒരു വെറ്റായിട്ടുള്ളൊരു ഫീല് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രാഫിയുടെ സ്പെഷ്യാലിറ്റിയാണ്. കാരണം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അത്ര നല്ല കാര്യമല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗൗരവമായൊരു പ്രശ്നമാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു മൂഡ് ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫിക്കുണ്ട്. ഈ സിനിമ നമ്മൾ ആദ്യം കാണുമ്പോഴത്തേക്കും കുറേ സമയമുണ്ടല്ലോ, എന്തൊരു ലാഗാണ് എന്നൊക്കെ ഒറ്റയടിക്ക് നമ്മളങ്ങ് ജഡ്ജ് ചെയ്യും. പക്ഷേ അങ്ങനല്ല, ഇതൊന്നും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് ഈ സിനിമയുടെ ആ ഒരു ലാഗാണ് ഈ സിനിമയുടെ ഒരു ജീവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെയാണ് ഇതിൻ്റെ അകത്തെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും ഒരു ലെങ്ത് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ നിർവഹിച്ചത് ദേവ്ജ്യോതി മിശ്രയാണ്. പാട്ടുകൾ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ കൂടിയാണ് കൽക്കട്ട ന്യൂസ് എന്ന സിനിമ. ഇതിൽ കൃഷ്ണപ്രിയ എന്ന കഥാപാത്രം പാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയാണ്, പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയൊക്കെയാണ്. അപ്പോൾ ഇവളുടെ ഒരു പിന്നീടുള്ള ലൈഫിലെ ഒരു പ്രണയവും ആ രംഗങ്ങളും ഒക്കെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ജനം ജനം എന്ന് പറയുന്നൊരു ഹിന്ദി സോങ്, അത് അജിക്ക് ഫോണിലൂടെ പാട്ട് പാടി കേൾപ്പിക്കുന്ന കൃഷ്ണപ്രിയ. അപ്പോൾ അതിനകത്ത് അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമ്മൾക്ക് കണക്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. ഇന്നും നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടുണ്ട്, ഇതിലെ
എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന് പറയുന്നൊരു പാട്ട്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഏറ്റെടുത്ത പാട്ടുകളാണ്. പാട്ടുകൾ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് നമ്മളെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ഷൻ ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ കോസ്റ്റ്യൂം നിർവഹിച്ചത് സായി ആയിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചാണ് അദ്ദേഹം ആ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണപ്രിയയുടെ ആ ഒരു ക്യാരക്ടർ, അവൾ കൽക്കട്ടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള അവളുടെ ആ ഒരു ഡ്രസ്സിങ് രീതിയല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറുന്നത്. പക്ഷേ തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമൊന്നുമല്ല ആ പെൺകുട്ടി ധരിക്കുന്നത്. മറിച്ച് അവിടെയുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമാണ്, അവിടേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരാളാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഒരു വസ്ത്രാലങ്കാര രീതി ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരി എന്ന കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈൻ, അയാളുടെ ആ ഒരു ഭീകരമായിട്ടുള്ളൊരു സ്വഭാവം നമ്മളെ കാണിക്കുന്നത്, ഷർട്ടൊക്കെ തുറന്നിട്ട് കൈയൊക്കെ ചുരുട്ടി വെച്ച് നടക്കുന്ന ഒരു, കണ്ണിനൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. അതുപോലെ അജിയുടെ കഥാപാത്രം വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റ്, അയാളുടെ ഹെയർ സ്റ്റൈലായാലും കണ്ണാടി ആയാലും ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതി ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ സിനിമയുടെ അതേ ഒരു സബ്ജക്റ്റ് തന്നെയാണ് 2022 പുറത്തിറങ്ങിയ ഗംഗൂബായ് കാത്തിയാവാടി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ളത്. ആ ഒരു സിനിമ ഇന്ത്യയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേ ഒരു ഒരു വൺ ലൈൻ തന്നെയാണ് നമ്മുടെ കൽക്കട്ട ന്യൂസ് എന്ന സിനിമയ്ക്കും ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനിയും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അത് ചർച്ച ചെയ്യുന്നത് സ്ത്രീ വിഷയം മാത്രമല്ല, ഒരു നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെയാണ്, നമ്മുടെയൊക്കെ ഇടയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെയാണ് ഇത്തരം സിനിമകളൊക്കെ നമ്മളോട് കൺവേ ചെയ്യുന്നത്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.